ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറഞ്ഞ SSLCയിലെ 3rd ചാപ്റ്ററിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയിൽ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നത്, പരീക്ഷയിൽ നിങ്ങൾ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത, പഠിക്കാതിരിക്കാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ശരിക്കും ആയി കഴിഞ്ഞാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. പെട്ടെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ 10 ചോദ്യങ്ങൾ മാത്രമായിരിക്കില്ല, ആ 10 ചോദ്യങ്ങളിൽ നിന്ന് വേറെ എന്തൊക്കെ ചോദിക്കാം എന്നുള്ള പോസിബിലിറ്റീസും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണ് മാക്സിമം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവിൽ കൃത്യമായിട്ട് വന്നിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താഴെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരിക, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF ഒബ്റ്റെയിൻ ഫ്രം 3 ഇലക്ട്രിക്കൽ സോഴ്സസ് ആർ ഗിവൺ ബിലോ. 3 സ്ഥലത്ത് നിന്ന് കിട്ടിയ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ചോദ്യം, ഐഡൻറ്റിഫൈ എനി 2 സോഴ്സസ്. ഏതെങ്കിലും 2 സ്രോതസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാം അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ പണി തീർന്നില്ലേ? പറ, ഓരോന്ന് ഏതാണ്? EMFൻ്റെ ഗ്രാഫാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക? പോസിറ്റീവ് ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്, പോസിറ്റീവ് ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന EMF ആണ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് കിട്ടാൻ പോകുന്നത് എപ്പോഴും AC ജനറേറ്ററിൽ നിന്നാണ്. അപ്പോൾ AC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നുണ്ട്. അടുത്തതോ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അത് എപ്പോഴും പോസിറ്റീവ് ആണ് എന്ന് മാത്രമല്ല, ഒരിക്കലും മാറുന്നേ ഇല്ല, ഫ്ലക്ച്വേറ്റിംഗ് അല്ല. ഇത് കിട്ടാൻ പോകുന്ന DC ജനറേറ്റർ എന്നല്ല, DC ബാറ്ററി എന്നാണ് ഇത് കിട്ടുക. സാധാരണ കടയിൽ പോയി വാങ്ങുന്ന ബാറ്ററി. നെക്സ്റ്റോ ഈ സാധനമോ ഇങ്ങനെ ചാടി കളിക്കുന്ന തവളനെ പോലെ, ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഇങ്ങനെ ചാടി കളിക്കും. വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല, ഫ്ലക്ച്വേറ്റിംഗ് വാല്യൂ ആണ്, കൂടുന്നു. ഇത് കിട്ടാൻ പോകുന്നതാണ് DC ജനറേറ്റർ. DC ആണ്, ഡയറക്ഷൻ മാറുന്നില്ല, പക്ഷേ ഇങ്ങനെ ചാടി കളിക്കണം, തവള ചാടുന്ന പോലെ. ഇത് DC ജനറേറ്ററിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ 3 ഗ്രാഫുകൾ ഓർത്ത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് ഓഫ് ദി EMF. അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത? 2 രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്ന്, ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഡയറക്ഷൻ മാറുന്നുണ്ട്. പ്ലസും മൈനസും ആയി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നു ഡയറക്ഷൻ ചേഞ്ചിങ് ആണ് എഴുതുന്നു. ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ് എന്ന് എഴുതുന്നു. ഫുള്ള് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ഫുള്ള് എഴുതണം. അതേസമയം നിങ്ങൾ നോക്കുക, പ്ലസും മൈനസ് ആവുന്ന ഡയറക്ഷൻ മാറുന്നുണ്ട്. വാല്യൂ മാറുന്നുണ്ടോ? വാല്യൂ കൂടുന്നു കുറയുന്നുണ്ടോ? വാല്യൂ കുറയുന്നുണ്ട്. വാല്യൂ നമ്മൾ മറ്റൊരു പേര് വിളിച്ച് വിളിക്കുക, മാഗ്നിറ്റ്യൂഡ് അഥവാ അതിൻ്റെ നമ്പർ 0 നിന്ന് 3 വോൾട്ടിലേക്ക് പോകുന്നു, 3 നിന്ന് 0ലേക്ക് പോകുന്നു, മാറി കളിക്കുന്നില്ലേ? മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയും, മാഗ്നിറ്റ്യൂഡും ചേഞ്ചിങ് ആണെന്ന് പറയും. ക്ലിയർ ആണല്ലോ? എല്ലാവരുടെയും നമ്മൾ ഈ 2 പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും സ്ഥിതി? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ ഡയറക്ഷൻ്റെ കാര്യം എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, എപ്പോഴും പോസിറ്റീവാണ്, ഫുൾ ടൈം പോസിറ്റീവാണ്. ഡയറക്ഷൻ നോട്ട് ചേഞ്ചിങ്. അല്ലെ കോൺസ്റ്റൻ്റ് എന്ന് എഴുതിയൊക്കെ ഒരു കുഴപ്പമില്ല, കോൺസ്റ്റൻ്റ് എന്ന് എഴുതിയാൽ മതി, കോൺസ്റ്റൻ്റ്. മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടോ? ഇല്ല, മാഗ്നിറ്റ്യൂഡ് മൊത്തം ഒരൊറ്റ വാല്യൂ ആണ്, ഫ്ലക്ച്വേറ്റിംഗ് അല്ല. മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, അതും കോൺസ്റ്റൻ്റ് ആണ്. DC ബാറ്ററിക്ക് 2 കോൺസ്റ്റൻ്റ് ആണ്. ഇനി DC ജനറേറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞേ, ഇവിടെ ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇല്ല, എപ്പോഴും പോസിറ്റീവാണ്, ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകുന്നില്ല, എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാറി കളിക്കുന്നുണ്ട്, കൂടുന്നു കുറയുന്നു. മാഗ്നിറ്റ്യൂഡ് ഈസ് വേരിയിങ് അഥവാ ചേഞ്ചിങ്. അപ്പോൾ പെക്യുലാരിറ്റീസ്, പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. സെറ്റാണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒബ്സർവ് ദി ഗിവൺ ഫിഗർ നോക്കി. ഒരു DC ബാറ്ററിയും ഒരു AC സോഴ്സും ഉണ്ട്, സോളിനോയിഡ് ഉണ്ട്, സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. ഓക്കെ, ഒരെണ്ണം DC ഒരെണ്ണം AC ആണ്, അതാണ് വ്യത്യാസം. ബൾബ് ഇൻ വിച്ച് സർക്യൂട്ട് വിൽ ഗ്ലോ വിത്ത് ലോ ഇൻറ്റൻസിറ്റി. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദിസ് ബൾബ്. അപ്പോൾ ഏത് ബൾബാണ് കൂടുതൽ നന്നായിട്ട് കുറവ് കത്തുക? ലോ ഇൻറ്റൻസിറ്റി ഏതോ ആയിക്കോട്ടെ, ഏതായിരിക്കും? അത് ആലോചിച്ച് നോക്കി. ഇവിടെ എന്താ ഡിഫറൻസ്? ഒരു DCയും ഒരു ACയും പിന്നെ ഒരു സോളിനോഡ് ഉണ്ട്. സോളിനോഡ് 2 ഇടത്തും ഉണ്ട്, പക്ഷേ ഒരു സ്ഥലത്ത് AC DC ആണ്. ഈ സോളിനോഡ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സോളിനോയിഡും AC സോഴ്സും, സോളിനോയിഡ് മാത്രമല്ല സോളിനോയിഡും AC സോഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവും മക്കളെ? AC സോഴ്സ് സോളിനോയിഡിൽ കണക്ട് ചെയ്ത് എപ്പോഴും എന്തുണ്ടാവും? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവും. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഒരു AC സോഴ്സ് നമ്മൾ സോളിനോയിഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ EMF ഉണ്ടാവും, എക്സ്ട്രാ വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് എന്ത് ചെയ്യും? സർക്യൂട്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ
സർക്യൂട്ടിൻ്റെ വോൾട്ടേജിനെ മൊത്തത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിനെ ബാക്ക് EMF എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാക്ക് EMF എന്ന് വിളിക്കുന്നത്? ഓവറോൾ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജിനെ സഫല വോൾട്ടേജിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് എപ്പോഴാണ് പോസിബിൾ ഉള്ളൂ? സെൽഫ് ഇൻഡക്ഷൻ എപ്പോഴേ പോസിബിൾ ഉള്ളൂ? AC വേണം, സോളിനോയിഡും വേണം. AC വയറായിട്ട് കണക്ട് ചെയ്താൽ പോരാ, സോളിനോയിഡ് DC ആയിട്ട് കണക്ട് ചെയ്താൽ പോരാ. ACയും വേണം, സോളിനോയിഡും വേണം, രണ്ടും അങ്ങോട്ട് കണക്ട് ആയിരിക്കണം. അങ്ങനെ തന്നെ ബാക്ക് EMF ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ പറയാം ഈ സർക്യൂട്ടിലെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ AC ഉണ്ട്, ഇവിടെ സോളിനോയിഡ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോളിനോയിഡ് AC ഉണ്ട്. അപ്പോൾ ബാക്ക് EMF ഉണ്ടാവും, ബാക്ക് EMF ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബാക്ക് EMF ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് കുറയും, ബൾബിൻ്റെ വോൾട്ടേജ് കുറവായിരിക്കും. ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സും എന്ത് ചെയ്യും? ബ്രൈറ്റ്നസ്സും കുറവായിരിക്കും. എന്നാൽ ഇവിടുത്തെ സ്ഥിതി എന്താ? സോളിനോയിഡ് ഉണ്ട്, പക്ഷേ DC സോഴ്സാണ്, AC ഇല്ല. അപ്പോൾ ഇവിടെ ബാക്ക് EMF ഉണ്ടോ? ബാക്ക് EMF 0 ആയിരിക്കും. അപ്പോൾ ബൾബിന് എന്ത് ചെയ്യും? മാക്സിമം വോൾട്ടേജ് കിട്ടും. ഈ വോൾട്ടേജ് മൊത്തം 6 വോൾട്ട് മൊത്തം ഇവന് കിട്ടും. ഇവിടെ 6 വോൾട്ട് മൊത്തം ഇവന് ബൾബിന് കിട്ടില്ല. 6 വോൾട്ടിന് കുറച്ച് വോൾട്ട് ഇവിടെ ബാക്ക് EMF ആയി പോകും, 2 വോൾട്ട് ഇവിടെ പോകും, ബാക്കിയുള്ള 4 വോൾട്ടേ ബൾബിന് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ബ്രൈറ്റ്നസ് എവിടെയാണ് കുറവ്? ബൾബിൻ ലോ ഇൻറ്റൻസിറ്റി എവിടെയായിരിക്കും? സർക്യൂട്ട് ബിയിലായിരിക്കും, രണ്ടാമത്തെ സർക്യൂട്ടിലായിരിക്കും. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഡിക്രീസ്. എന്താ റീസൺ? ബാക്ക് EMF, സെൽഫ് ഇൻഡക്ഷൻ. 2 വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. സർക്യൂട്ട് ബിയിൽ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും, അതുവഴി ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF ആണ് ഈ വോൾട്ടേജിനെ കുറയ്ക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതണം, ഇങ്ങനെ എഴുതാം. ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ ബാക്ക് EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. സെൽഫ് ഇൻഡക്ഷൻ മൂലം അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നു. ദിസ് വിൽ ഒപ്പോസ് ദി സോഴ്സ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് ദിസ് ബ്രൈറ്റ്നസ്. അതുപോലെ സോഴ്സ് വോൾട്ടേജിനെ, സ്രോതസ്സായുള്ള വോൾട്ടേജിനെ അത് ഒപ്പോസ് എതിർക്കുകയും ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും ചെയ്യുന്നു. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെച്ചാൽ മതി. 2 വാക്കുകളാണ് ഇവിടെ വരേണ്ടത് മെയിനായിട്ട്, സെൽഫ് ഇൻഡക്ഷനും ബാക്ക് EMF. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും, അതുവഴി ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF വോൾട്ടേജിനെ കുറയ്ക്കും. ക്ലിയർ ആണല്ലോ? ഈ 2 വാക്കുകളുണ്ടാവണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചോ, AC സോഴ്സും സോളിനോയിഡ് വന്ന ബാക്ക് EMF വഴി ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയാണ് ചെയ്യുക. റെഡി ആണല്ലോ? ബുദ്ധിമുട്ടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കണ്ടക്ടർ AB ഈസ് മൂവ്ഡ് അപ്വേർഡ്. AB എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ മുകളിലേക്കാണ്. ഈ ഐപാഡിൻ്റെ മുകളിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മുകളിലേക്കാണ്, നിങ്ങളുടെ മൂക്കിലേക്ക് വരികയാണ്. പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. പ്ലെയിൻ ഓഫ് ദി പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബത്തോടെ ആണ്, അത് ഡയറക്ഷനാണ് വരുന്നത്. വിച്ച് ഇസ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറണ്ട്. ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവും, അത് എങ്ങോട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് മാർക്ക് ചെയ്യുക. നോർത്തും സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. മോഷൻ എന്താണ്? A നിന്ന് Bയിലേക്കാണ്, അതായത് A നിന്ന് Bയിലേക്ക് ബോർഡ് ഇതിപ്പോൾ ഐപാഡിൻ്റെ മുകളിലേക്കാണ്, നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ മൂക്കിലേക്കാണ്. അപ്പോൾ എവിടെയാണ് കറണ്ട് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഏത് റൂളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഓർത്ത് വെച്ചോ മക്കളെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ അഥവാ കറണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കറണ്ടല്ല ഇവിടെ ഉണ്ടാകുന്നത്, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. കറണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് അഥവാ മോഷൻ. ഇത് ഫാദർ മദർ ചൈൽഡാണ്. മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ട്. വീണ്ടും ഓർമ്മിക്കുകയാണ്, ഫാദർ മദർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓർത്ത് വെക്കുക. ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, അഥവാ എങ്ങോട്ടാണ് കണ്ടക്ടർ പോകുന്നത് അങ്ങോട്ട്. ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ എന്ത് ചെയ്താൽ അത് ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും കറക്റ്റ് പിടിക്കുക. ഫോഴ്സ് മുകളിലേക്കാണ്, ഈ ഐപാഡിൻ്റെ മുകളിലേക്കാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വരും, മുകളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്തിൽ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ കറണ്ട് എങ്ങോട്ടായിരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഫോഴ്സ് ഈ പ്ലെയിൻ്റെ എന്താണ് ഈ ഐപാഡിൻ്റെ പുറത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, കറണ്ട് അങ്ങോട്ടാണ് B നിന്ന് Aയിലേക്ക്. കറണ്ട് വിൽ ബി ഫ്രം B to A. ഒന്നും ആലോചിക്കാനില്ല, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. കറണ്ട് വിൽ ബി ഫ്രം B to A. ആൻസർ B to A. അത്രയേ ഉള്ളൂ സംഗതി. സാർ മറ്റൊരു റൂളില്ല, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? അവിടെ മോഷൻ ഉണ്ടാവുകയാണ്, ഫോഴ്സ് അഥവാ മോഷനാണ് ഉണ്ടാകുന്നത്, കണ്ടക്ടറാണ് തെറിച്ച് പോകുന്നതെങ്കിൽ, അതാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇവിടെ കറണ്ടാണ് ഉണ്ടാകുന്നത്, വയറിൽ കറണ്ടാണ്, മോഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഉണ്ട്, അതുവഴി കറണ്ടാണ് ഉണ്ടാകുന്നത്. റിസൾട്ട് എന്താണ്? കറണ്ടാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. മോഷനാണ് റിസൾട്ട് എങ്കിൽ അവിടെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ലോജിക്ക്. അടുത്ത ചോദ്യം, വാട്ട് ഓൾ ഫാക്ടേഴ്സ് എഫക്ട് ദി സ്ട്രെങ്ത് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. ഒരു സോളിനോയിഡ് ഉണ്ട്, സോളിനോയിഡിൽ മാഗ്നറ്റ് നമ്മൾ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. അപ്പോൾ അതുവഴി EMF ഉണ്ടാകും, വോൾട്ടേജ് ഉണ്ടാകും, കറണ്ട് ഉണ്ടാകും. അതിൻ്റെ സ്ട്രെങ്ത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് എല്ലാ വർഷവും പരീക്ഷ ചോദിക്കുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എഴുതി വെക്കണം ആൻസർ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഫാക്ടർ എന്താണെന്ന് അറിയാം, ഈ മാഗ്നറ്റ് എത്രത്തോളം സ്പീഡിലാണ് ഉള്ളിൽ കയറുന്നതെന്ന്. അപ്പോൾ ഈ മാഗ്നറ്റ് സോളിനോയിഡിനിടയിലെ റിലേറ്റീവ് സ്പീഡ് ഒരു ഫാക്ടറാണ്. എത്രത്തോളം സ്പീഡിലാണ് മെല്ലെ നിങ്ങൾ ഈ മാഗ്നറ്റിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുള്ളെങ്കിൽ കുറച്ച് EMF ഉണ്ടാവുള്ളൂ. നല്ല സ്പീഡിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നല്ല EMF ഉണ്ടാവും.
രണ്ടാമത്തെ കാര്യം ഈ മാഗ്നറ്റിൻ്റെ തന്നെ സ്ട്രെങ്ത്. ഇപ്പോൾ ചെറിയ മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ വലിയ EMF കിട്ടില്ല. എന്നാൽ വലിയ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല EMF കിട്ടും. അപ്പോൾ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം EMF കിട്ടും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ്. നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവാണ്, EMF വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് എന്തിനെ എഫക്റ്റ് ചെയ്യാം? സ്ട്രെങ്ത് ഓഫ് EMF എഫക്റ്റ് ചെയ്യുക. എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്, ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സോളിനോയിഡ് ആൻഡ് മാഗ്നറ്റ്. സോളിനോയിഡിൻ്റെയും മാഗ്നറ്റിൻ്റെ ഇടയിലുള്ള ആപേക്ഷിക ചലന വേഗത, പിന്നെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം. ക്ലിയർ ആണല്ലോ? ഇത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദി ഗിവൻ ബൾബുള്ള ഇഫ് സ്വിച്ചസ് ആർ ഇൻ ഓൺ പൊസിഷൻ. ഇതും സ്വിച്ച് ഓൺ ആണ്, ഈ സ്വിച്ച് ഓൺ ആണ്. വിച്ച് ബൾബ് വിൽ ബി ബ്രൈറ്റർ വെൻ സോഫ്റ്റ് ടേൺ ഇസ്. അവിടെ കട്ടെ, പാർട്ട് നമുക്ക് ആൻസർ അറിയാം. ഏത് ബൾബാണ് ബ്രൈറ്റർ ആയിട്ടുള്ളൂ? ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യമാണ്, നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുണ്ടാവും മക്കളെ? ഇവിടെ DC-യും സോളിനോയിഡുമാണ്, ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ AC-യും സോളിനോയിഡാണ്, ഇവിടെ ബാക്ക് EMF ഉണ്ടാവും. അതുവഴി എന്താ സംഭവിക്കുക? ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് കുറവായിരിക്കും. സോ ബൾബ് ഇവിടെ ബ്രൈറ്റ്നെസ് കുറവും ഇവിടെ ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കാണ് ബ്രൈറ്റ്നെസ് കൂടുതൽ? A എന്ന് പറഞ്ഞ സർക്യൂട്ടിലാണ്. എന്തുകൊണ്ടാണ്? B എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? B എന്ന് പറഞ്ഞ സർക്കിൾ ബാക്ക് EMF ഉണ്ടാവും, സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. സെൽഫ് ഇൻഡക്ഷൻ ബാക്ക് EMF ഉണ്ടാവും. ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് കുറവായിരിക്കും, അതുകൊണ്ട് ബ്രൈറ്റ്നസും കുറവായിരിക്കും. ഇത്ര എഴുതി വെച്ചാൽ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത ചോദ്യമാണ്. ആ ചോദ്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ വെൻ സോഫ്റ്റ് അയൺ റോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ കോയിൽസ്. ഈ കോയിൽസിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സോഫ്റ്റ് അയൺ മെറ്റീരിയൽ നമ്മൾ കയറ്റി വെക്കുകയാണ്. ഇവിടെയും കയറ്റി വെച്ചു. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ ദ ബ്രൈറ്റ്നസ് ഓഫ് ബൾബ്സ് A and B? എൻ്റെയും ബിൻ്റെയും ബൾബിലെ ബ്രൈറ്റ്നസ്സിൽ വ്യത്യാസം എന്താണ്? മക്കളെ, എയിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ സോളിനോയിഡ് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ബ്രൈറ്റ്നസ് മാക്സിമം ആയിരിക്കും. കാരണം ഇവിടെ മാക്സിമം സെൽഫ് ഇൻഡക്ഷൻ ഒന്നുമില്ല. കാരണം ഇവിടെ DC സോഴ്സാണ്. അപ്പോൾ സോളിനോയിഡ് ഇവിടെ ഉണ്ടായാലും സോളിനോയിഡ് ഇല്ലെങ്കിലും സോഫ്റ്റ് അയൺ കയറ്റിയാലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം A എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ നോ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവാം. എന്നാൽ കാരണം അവിടെ ഒന്നുമില്ല, അവിടെ സോളിനോയിഡിന് ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് അയൺ കയറ്റി വെച്ചാൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എന്നാൽ ഈ രണ്ടാമത്തെ സർക്യൂട്ടിലൂടെ ഓൾറെഡി ബാക്ക് EMF ഉണ്ട്. ഈ സോഫ്റ്റ് അയൺ കയറ്റി വെക്കുമ്പോൾ ബാക്ക് EMFന് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ സർക്യൂട്ടിൽ സോഫ്റ്റ് അയൺ കയറ്റി വെക്കുമ്പോൾ ബാക്ക് EMF കൂടും. ഓർത്ത് വെച്ചോളൂ, ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും. ബാക്ക് EMF ഇൻക്രീസ് ചെയ്താൽ ബ്രൈറ്റ്നസ് കൂടുകയോ കുറയോ? മക്കളെ, ബാക്ക് EMF ഉള്ളത് കാരണം ബ്രൈറ്റ്നസ് കുറവാണുള്ളത്. ബാക്ക് EMF കൂടിക്കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വീണ്ടും കുറയുകയാണ് ചെയ്യുക. ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് വീണ്ടും കുറയും, ബ്രൈറ്റ്നസ് വീണ്ടും കുറയും. അപ്പോൾ B എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ ബ്രൈറ്റ്നസ് എന്ത് സംഭവിക്കും? ഡിക്രീസ്. സോഫ്റ്റ് അയൺ കയറ്റി വെച്ചാൽ ബാക്ക് EMF കൂടും. പക്ഷേ ബാക്ക് EMF നല്ല ആളല്ല, ആ വോൾട്ടേജിനെ കുറയ്ക്കുന്ന ആളാണ്. അപ്പോൾ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി കുറയും. സോഫ്റ്റ് അയൺ വന്നു കഴിഞ്ഞാൽ, എവിടെയാണ് സോഫ്റ്റ് അയൺ വന്നു കഴിഞ്ഞാൽ? AC-യും സോളിനോയിഡ് ഉള്ള സ്ഥലത്ത്, അതായത് ഓൾറെഡി ബാക്ക് EMF ഉള്ള സ്ഥലത്ത് സോഫ്റ്റ് അയൺ കയറി വന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വീണ്ടും കുറയും. ഓക്കെ, അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഇത്രേ. ദർ ആർ 80 ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ആൻഡ് 800 ടേൺസ് ഇൻ ദ പ്രൈമറി. അങ്ങനെയാണ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണ് VS/VP. സെക്കൻഡറിയിലെ വോൾട്ടേജ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു NS/NP. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ബൈ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്. ഇത് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. എന്തൊക്കെ നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലോ? ഈ നമ്പർ തന്നിട്ടുണ്ട്, ഈ നമ്പർ തന്നിട്ടുണ്ട്, ഈ നമ്പർ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ആണ് 240. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? എപ്പോഴും പ്രൈമറി ആണ് ഇൻപുട്ട്, സെക്കൻഡറി ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് VP എത്രയാണ് മക്കളെ? 240 വോൾട്ടാണ്. പിന്നെ 80 ടേൺസ് ഇൻ സെക്കൻഡറി, 800 ടേൺസ് ഇൻ പ്രൈമറി. സെക്കൻഡറിയിലെ ടേൺസ് NS 80 ആണ്, മറ്റേത് NP 800 ആണ്. ചോദ്യം VS എത്രയാണ് അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ആണ്, അത് എത്രയാണ് ആ ചോദ്യം. ഈ ഫോർമുലയിൽ തന്നെ ഉണ്ടല്ലോ, നോക്കിക്കേ. ഈ VSനെ ഇവിടെ നിർത്തി VPനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ. അപ്പോൾ ഇംപ്ലൈസ് VS ഇസ് ഈക്വൽ ടു, അവിടെ ഓൾറെഡി NS/NP ഉണ്ട്, അതിൻ്റെ കൂടെ VP താഴ്ന്ന് മുകളിലേക്ക് പോവുകയാണ്. VP താഴ്ന്ന് മുകളിലേക്ക് പോയി. ഇനി എല്ലാം ഇട്ട് കൊടുത്തേ. NS എത്രയാണ്? 80. NP എത്രയാണ്? 800. VP എത്രയാണ്? 240. 80 800 കട്ട് ചെയ്താൽ 10 കിട്ടും. 80 10 ആണ് 800. 240 ഡിവൈഡ് ബൈ 10 എത്രയാണ് മക്കളെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 24. 24 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. എവിടത്തെ നമ്മൾ കണ്ടുപിടിച്ച സെക്കൻഡറിയിൽ, ഔട്ട്പുട്ടിൽ. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കാം, പരീക്ഷ ചോദിക്കാം, ഇത് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ്? ഇൻപുട്ടിൽ 240ഉം ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ 24 കുറയുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും മക്കളെ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ അഥവാ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ചോദിച്ചാൽ പറയാൻ പറ്റണം. വേറെന്തൊക്കെ കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് കോയിൽ ഓഫ് ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ഈസ് യൂസ്? തിക്ക് വയേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ട്രാൻസ്ഫോമേഴ്സിൻ്റെ മൊത്തം കഥ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കി വെക്കണം. ഇത്രയുള്ള സംഗതി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, രണ്ടെണ്ണമല്ലേ ഉള്ളൂ.
എല്ലാ പ്രത്യേകതകളും ഒറ്റയടിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് അപ്പിൽ എല്ലായിടത്തും VP ഉണ്ടാവും, VS ഉണ്ടാവും, NP ഉണ്ടാവും, NS ഉണ്ടാവും, കറണ്ട് ഉണ്ട്, കറണ്ടും കൂടി പഠിച്ചു വെച്ചു, IP ഉണ്ടോ, IS ഉണ്ടോ, ഇവിടെ ഉണ്ടാവും. സെയിം സാധനം എഴുതിയൊക്കെ VP, VS, NP, NS, IP, IS ഇതെല്ലാം എഴുതി വെക്കുക, ഒറ്റയടിക്ക് പണി തീർത്തരാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കൂട്ടുന്ന ട്രാൻസ്ഫോമർ. ദാറ്റ് ഈസ് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും, പ്രൈമറിയും സെക്കൻഡറി എത്തുമ്പോൾ വോൾട്ടേജ് കൂടും. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസും കൂടുതലായിരിക്കും, എന്നാൽ കറണ്ട് നേരെ തിരിച്ചായിരിക്കും. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഒരേപോലെ ആയിരിക്കും, കറണ്ട് നേരെ തിരിച്ചായിരിക്കും. അതേ ലോജിക്ക് ഇവിടെ ഉപയോഗിച്ച സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് കുറയ്ക്കുന്ന ആളാണ്. സോ പ്രൈമറിയിലായിരിക്കും കൂടുതൽ, സെക്കൻഡറി എത്തുമ്പോൾ കുറവായിരിക്കും. അതേ ചിഹ്നം ഇവിടെ കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് താഴോട്ട് കൊടുക്കുക. കറണ്ടിൽ മാത്രം നേരെ ഓപ്പോസിറ്റ് ചിഹ്നം. ഇനി ശ്രദ്ധിക്കേണ്ട തിക്ക് വയർസ് എവിടെയായിരിക്കും ഉപയോഗിക്കുക? എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെ തിക്ക് വയർസ് ഉപയോഗിക്കും. ഇവിടെയാണ് കറണ്ട് കൂടുതൽ, സോ ഇവിടെ തിക്ക് വയർസ് ഉപയോഗിക്കും. ഇവിടെയാണ് കറണ്ട് കൂടുതൽ, ഇവിടെ തിക്ക് വയർസ് ഉപയോഗിക്കും. അതായത് ബേസിക്കലി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലായിരിക്കും തിക്ക് വയർസ് ഉണ്ടാവുക, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെക്കൻഡറിയിലായിരിക്കും തിക്ക് വയർസ് ഉണ്ടാവുക. നമ്മുടെ ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ തിക്ക് വയർസ് വിൽ ബി ഇൻ സെക്കൻഡറി. കഴിഞ്ഞു. തിക്ക് വയർസ് സെക്കൻഡറി കോയിലാണ് ഉപയോഗിക്കുക, സെക്കൻഡറി കോയിലിൽ. അപ്പോൾ എന്ത് ചോദിച്ചാൽ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ ചോദിക്കാം എവിടെയാണ് നമ്പർ ടേൺസ് കൂടുതൽ, എവിടെയാണ് കറണ്ട് കൂടുതൽ, എന്ത് ചോദിക്കാം. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം പിടിച്ചോളൂ. പിക്ക് ഔട്ട് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിങ്ങനെ ചോദിക്കും, ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകതകൾ, ഈക്വേഷൻ ഇതിലൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് പറഞ്ഞാൽ മക്കളെ. അപ്പോൾ പരീക്ഷയിൽ വന്നാൽ ഇതെല്ലാം എഴുതി വെക്കാം, പെട്ടെന്ന് എഴുതി വെക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇത് രണ്ടും ലോജിക്ക് വെച്ചിട്ട് കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം അങ്ങനെ വീണോളൂ. ഇത് രണ്ട് സെയിം ആയിരിക്കും, കറണ്ട് മാത്രം ഓപ്പോസിറ്റ് ആയിരിക്കും. VS സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ VS ഈസ് ഗ്രേറ്റർ ദാൻ VP. VS ആണോ കൂടുതൽ? അല്ല, VS കുറവാണ്, അപ്പോൾ തെറ്റാണ്. നെക്സ്റ്റ് ഇതെന്താ? VP ഈസ് ഗ്രേറ്റർ ദാൻ VS. VP ഗ്രേറ്റർ ദാൻ VS കറക്റ്റാണ്. നെക്സ്റ്റ് കഴിഞ്ഞില്ല. കറണ്ട് നമ്പർ ഓഫ് ടേൺസ് NP ഗ്രേറ്റർ ദാൻ NS. NP ഗ്രേറ്റർ ദാൻ NS കറക്റ്റാണ്, അപ്പോൾ അതും കറക്റ്റാണ്. ലാസ്റ്റ് IP ഗ്രേറ്റർ ദാൻ IS. IP ഗ്രേറ്റർ ദാൻ IS അല്ല, IS ആണ് ഗ്രേറ്റർ, അപ്പോൾ തെറ്റാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ കറക്റ്റുള്ളൂ. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒബ്സർവ് ദി ഫിഗർ ഓഫ് മൈക്രോഫോൺ. മൈക്രോഫോൺ ആണോ ഇല്ലയോ എന്ന് ചിലപ്പോൾ പറയില്ല. മൈക്രോഫോൺ ആണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ്? ലൗഡ് സ്പീക്കറാണ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക. അല്ലാത്ത ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വന്നാലോ അല്ലെങ്കിൽ ഈ പെട്ടി പോലെ വന്നാലോ ഒക്കെ മൈക്രോഫോണാണ്. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഉണ്ടാവും, ഇത് ലൗഡ് സ്പീക്കർ. അല്ലാത്ത എന്ത് ഷേപ്പിൽ വന്നാലും നിങ്ങൾ വെറുതെ മൈക്രോഫോൺ ആയിരിക്കും. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് പാർട്സ് എ, പാർട്ട് ബി. പാർട്ട് എ ഏതാണ്? ഏറ്റവും പുറത്ത് കാണുന്നതാണ് പാർട്ട് എ. ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു കോയിൽ പോലത്തെ സാധനമാണ് പാർട്ട് ബി. പാർട്ട് എ എന്നാണ് മക്കളെ ഏറ്റവും പുറത്തുള്ള സാധനം? ഡയഫ്രഗം എന്നാണ് പറയുക, ഡയഫ്രഗം എന്ന് എഴുതും. ബി എന്ന് പറഞ്ഞാൽ ചുറ്റിയിരിക്കുന്ന കോയിൽ എന്താണ്? അതിന് നമ്മൾ വോയിസ് കോയിൽ എന്ന് വിളിക്കുക, ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു പാർട്ട് കൂടി ഉണ്ട്, അത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് അഥവാ ഫീൽഡ് മാഗ്നറ്റ്സ് പഠിച്ചു വെക്കുക. ഫീൽഡ് കാന്തങ്ങൾ തന്നിട്ടില്ല, പക്ഷെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചാൽ പറയണം. ഈ 3 മെയിൻ പാർട്സ് ആണ് മൈക്രോഫോണിനുണ്ടാവുക. മൈക്രോഫോണിൻ്റെ ബേസിക് പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പറ്റണം. ഫീൽഡ് മാഗ്നറ്റ് ഉൾപ്പെടെയുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഡിസ്ക്രൈബ്. ഇത് എപ്പോഴും ചോദിക്കുന്നത് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ മൈക്രോഫോൺ. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ സൗണ്ട് വേവ്സ് വരുന്നു. മൈക്രോഫോണിൻ്റെ പണി എന്താണ്? സൗണ്ട് നമ്മൾ മൈക്രോഫോണിൽ പറയുന്നു, അത് ഇലക്ട്രിക് സിഗ്നലാക്കുക. അപ്പോൾ സൗണ്ട് വേവ്സ് വരുന്നു, ഏറ്റവും പുറത്താണ് എത്തുക. ഈ പുറത്തിൻ്റെ തൊട്ടുള്ളിൽ, അതായത് ആ മൈക്രോഫോണിൻ്റെ ഒരു കട്ടിയുള്ള കേജ് പോലെ ഉണ്ടാവില്ല, അതിൻ്റെ തൊട്ടുള്ളിൽ എന്തുണ്ടാവും? ഡയഫ്രം ഉണ്ടാവും. ഇതാണ് ഡയഫ്രം. അപ്പോൾ ഇവിടെ ഡയഫ്രം എന്താണ്? ഈ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഡയഫ്രമിൻ്റെ തൊട്ടുള്ളിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഡയഫ്രം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതാണ് നമ്മുടെ ഡയഫ്രം. ഈ സൗണ്ട് വേവ്സ് വന്നിട്ട് വൈബ്രേഷൻസ് ആണ് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ. അത് വന്നിട്ട് ഡയഫ്രമിൽ ഇടിക്കുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, തീർച്ചയായും വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രമിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ സാധനം എന്താ കാണുന്നത്? അത് നമ്മുടെ വോയിസ് കോയിലാണ്. അപ്പോൾ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യില്ല, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ ചുറ്റും കിടന്നിട്ടാണ്. മാഗ്നറ്റ് ഉണ്ട് ഇവിടെ 2 എണ്ണം, അതിൻ്റെ ചുറ്റും കിടന്നിട്ടാണ് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കിടന്നിട്ട് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ വോയിസ് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ കൂടുതലും കുറവും സംഭവിക്കില്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും കുറയും. കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ സർഫസ് എന്നാണ്. അപ്പോൾ ഈ കോയിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടും കുറയില്ലേ? മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നെന്ന് സംഭവിക്കും. നമുക്കറിയാം EMF ഉണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും. വോൾട്ടേജ് ഉണ്ടായാൽ കറണ്ടും ഉണ്ടാവും. അപ്പോൾ ആലോചിച്ച് നോക്ക്, സൗണ്ട് വേവ്സ് വരുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കടന്നിട്ടാണ്. അപ്പോൾ അവൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറി EMF ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് EMF ഉണ്ടായി, വോൾട്ടേജ് ഉണ്ടായി, കറണ്ട് ഉണ്ടാവുന്നു. ആ കറണ്ടാണ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് EMF ഉണ്ടാവുന്നു, കറണ്ട് ഉണ്ടാവുന്നു. ആ കറണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത് സിമ്പിൾ ലാംഗ്വേജിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കുക, വായിച്ച് നോക്കുക, പരീക്ഷയിൽ എഴുതി വെക്കുക. മലയാളത്തിൽ ഞാൻ കൊടുത്തില്ല, പക്ഷേ മലയാളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നോട്ട്സ് കൊടുക്കാത്തതാണ്.
ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻഫാക്ട് ഇന്ന് ചെയ്ത 10 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പരീക്ഷയിൽ കാണും. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഇത് പഠിച്ചാൽ തന്നെ ഞാൻ 100% ഗ്യാരണ്ടി തരാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 or 6 ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ എന്തായാലും ഉത്തരം പറയാൻ പറ്റും. 1-2 ചോദ്യങ്ങൾ ഇപ്പോൾ വേറെ രീതിയിലൊക്കെ ചോദിക്കാം. അത് ഉത്തരം പറയാൻ പറ്റാത്തതൊന്നുമല്ല. അത് നിങ്ങൾ ഇതിനുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് അതിലെ ചോദ്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ, മാരത്തോണിലെ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 6 out of 6 ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ ഒന്ന് ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ ഉത്തരം ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.